ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ എന്നുള്ളതാണ്. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്തായിരിക്കാം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ജെൻഡർലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ടൊക്കെ മാച്ച് ആവുന്നെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്നും മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. What do they think about you? Think about your person. ഓക്കെ, ബ്രോക്കൺ ഹാർട്ടാണ് ഇവിടെ മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഒരു പെയിൻ അനുഭവിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അതായത് ഒരു ഹൃദയഭേദകമായിട്ടുള്ള വേദന, അത്രയും ആഴത്തിലേറ്റിട്ടുള്ള മുറിവ് ഒക്കെയാണ് ഇതിൻ്റെ ഈ ഒരു പിക്ചർ പ്രതിനിധാനം ചെയ്യുന്നത്. ബാക്കി കാർഡ്സ് കൂടി നമുക്ക് നോക്കാം. അതായത് ഇങ്ങനെ ഒരു സെപ്പറേഷനിൽ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു പേഴ്സണെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഈ പേഴ്സണും നിങ്ങളുമായിട്ട് ചിലപ്പോൾ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ഒരു വ്യക്തികളായിരിക്കാം ഇപ്പോൾ സെപ്പറേഷനിൽ പോയിരിക്കുന്നത്. വളരെ കുറച്ച് പേർക്ക് അങ്ങനെയുള്ള എനർജീസ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളെ നേടിയെടുക്കാനായിട്ട് ഒരുപാടായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളും പലതരത്തിലുള്ള മാനിഫെസ്റ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഒക്കെ ഈ റിലേഷൻഷിപ്പ് ബാക്ക് ടു നോർമൽ ആകാൻ വേണ്ടിയിട്ട് രണ്ടുപേരും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ആൻഡ് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പായിട്ടാണ് ഇത് കാണുന്നത്. ഇപ്പോൾ ഒരു വീക്ക് പോയിന്റിലാണ് നിൽക്കുന്നതെങ്കിലും അത് ടെമ്പററി ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ആൻഡ് ഇതൊക്കെ ഏഞ്ചൽ മെസ്സേജസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളുടെ മുന്നിൽ വരാനായിട്ടൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. അതിൻ്റെ കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. ഈ വ്യക്തി നിങ്ങളോട് ചെയ്തിട്ടുള്ള ചില തെറ്റുകളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്നുണ്ടായ മിസ്റ്റേക്ക് ആയിരിക്കാം ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഈ ഒരു സ്റ്റക്നെസ് വന്നിരിക്കുന്നത്. ഈ ഒരു ഡ്രെയിനിങ്ങിലേക്ക് എനർജി പോയിട്ടുള്ളത്. നിങ്ങൾ രണ്ടുപേരും ആ ഒരു ഭയങ്കരമായിട്ടൊരു വൈബിൽ പോയിക്കൊണ്ടിരുന്ന റിലേഷൻഷിപ്പാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടിരുന്ന ഒരു മൊമെൻറ്റിൽ ബ്രേക്കപ്പ് പോലുള്ള സിറ്റുവേഷനിലൊക്കെ എത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് നിങ്ങളുടെ മുന്നിൽ വരാനായിട്ട് കുറച്ച് പ്രശ്നങ്ങളുള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇത് വളരെയധികം ഏഞ്ചലിക് സപ്പോർട്ടുള്ള റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ ഈ വ്യക്തി വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് ആ ഒരു സ്വാഭാവികതയോടെ തന്നെ തിരിച്ചു വരുമെന്ന് മനസ്സിലാക്കാം. ഈ വ്യക്തിക്ക് ഇപ്പോൾ ഒരുപാട് ഇൻറ്റ്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ അരികിൽ വരാനായിട്ടുള്ളത്. അവർക്ക് അവരുടെ മെൻ്റൽ സ്ട്രഗിൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അവർക്ക് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. കാരണം പെട്ടെന്നൊരു തീരുമാനത്തിൽ അല്ലെങ്കിൽ പെട്ടെന്നൊരു സാഹചര്യത്തിൽ നിങ്ങളെ അവർ സഡനായിട്ട് വിട്ടിട്ട് പോയിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പോൾ അവർക്ക് അതുമായിട്ട് സംബന്ധിച്ചുള്ള മാനസികമായിട്ടുള്ള തളർച്ചയിൽ നിന്ന് മുക്തി നേടാനായിട്ട് പറ്റാത്തൊരവസ്ഥയിലാണ്. അതുകൊണ്ടൊക്കെ അവർ സ്പിരിച്വൽ പാത്തിലൂടെ പോകാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു രീതിയിലൂടെ പോകുന്ന സമയത്ത് അങ്ങനെ സ്വയം സന്തോഷം കണ്ടെത്താനും മനസ്സിന് സമാധാനം കണ്ടെത്താനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. ആ ചിന്തകളൊക്കെ തന്നെ അവരുടെ ലൈഫിനെ പ്രതികൂലമായി തന്നെ ബാധിക്കുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ ഈ വ്യക്തിക്ക് എത്രത്തോളം ഡീപ്പായിട്ടുള്ളൊരു അറ്റാച്ച്മെൻ്റ് ആണ് നിങ്ങളോടുള്ളത് എന്ന് നമുക്കിവിടെ കാണുന്നുണ്ട്. ഈ വ്യക്തി ആ ഒരു കണക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെയാണ് അവർക്ക് നിങ്ങളുടെ മുന്നിൽ വരാൻ പറ്റാത്തത്. അതായത് അവർക്ക് അവരുടെ പ്രണയം എത്രത്തോളം ആഴമേറിയതാണെന്ന് ഒരിക്കലും പ്രകടിപ്പിക്കാത്ത ഒരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരിക്കലും നിങ്ങളെ വിട്ടു പോകാനായിട്ട് കഴിയില്ല എന്ന് വ്യക്തമാവുന്നു. ലൈഫിൽ ഒരു പക്ഷേ അവർ മറ്റൊരാളെയും ഇത്രയും ഡീപ്പായിട്ട് സ്നേഹിച്ചിട്ടുണ്ടാവില്ല, അവരുടെ മനസ്സിൽ അത്രയും ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് അവരും നിങ്ങളുമായിട്ട് ഇപ്പോൾ സെപ്പറേഷനിൽ പോയിരിക്കുന്നതിനെക്കുറിച്ച് ഈ വ്യക്തി ഓർക്കുന്നുണ്ട്. സ്പിരിച്വൽ പാത്ത്, ടെമ്പിൾ പാത്ത് ഒക്കെ റിപ്പീറ്റായിട്ട് വരുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഈ ഒരു അവസരത്തിൽ നിങ്ങൾ സ്പിരിച്വൽ പാത്തിലൂടെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ റിലേഷൻഷിപ്പിലുള്ള ഈ ഒരു സിറ്റുവേഷൻ മാറിപ്പോയേക്കാം. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരുന്നാലും സെപ്പറേഷൻ ആയിരുന്നാലും എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങളെ വിഷമിപ്പിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും മാറിപ്പോകാനായിട്ട് ആ ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ റിലേഷൻഷിപ്പിൽ കാര്യമായ രീതിയിലുള്ള പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം.
നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചൊരു വ്യക്തി തന്നെയാണ് നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന, എല്ലാ രീതിയിലും നിങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തി നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീംസിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയൊക്കെ ആയിരിക്കാം. നിങ്ങളുടെ സങ്കല്പത്തിലെ തന്നെ ഒരു വ്യക്തി ആയിരിക്കാം ഈ വ്യക്തി. പക്ഷേ കാരണമൊന്നുമില്ലാതെ ഈ വ്യക്തിയുടെ ചില സ്വഭാവ രീതികൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും കുറേയധികം കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആ ഒരു സിമിലാരിറ്റി വന്നതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ പേഴ്സണും ഈ ഒരു റിലേഷൻഷിപ്പിലെ അപ്സ് ആൻഡ് ഡൗൺസിനെ കുറിച്ച് ചിന്തിക്കുന്നു എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ നിങ്ങൾ സങ്കടപ്പെടേണ്ട ഒരു കാര്യവുമില്ല. ഈ ഒരു കാര്യത്തെ ഓർത്ത് ഒരിക്കലും നിങ്ങൾ സങ്കടപ്പെടേണ്ട. ഇതൊരു വളരെ തികച്ച് ടെമ്പററി ആയിട്ടുള്ളൊരു സെപ്പറേഷൻ ആണെന്നാണ് വീണ്ടും കാണുന്നത്. ഈ റിലേഷൻഷിപ്പിൽ ഒരു ബ്ലോസമിങ് അബൻഡൻസ് ഉണ്ടാവാൻ പോകുന്നു, ഒരു സന്തോഷകരമായിട്ടുള്ള നിമിഷം വരാൻ പോകുന്നു. ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ഈ വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളുമായിട്ട് തിരിച്ച് കോൺടാക്റ്റിൽ വരും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. യെസ്, അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു കൺഫർമേഷനാണ് നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നത്. ഈ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സമയമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെ ആഴത്തിൽ പ്രാർത്ഥിക്കുക യൂണിവേഴ്സിനോട്. പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വന്നതിന് നന്ദി 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 എന്ന് ഈ ഒരു നിമിഷം തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. ഒരുപാട് പേരുടെ ലൈഫിലും ഈ റീഡിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ ഒത്തിരി പേരുടെയും കമൻസിൽ നിന്ന് എനിക്ക് വായിക്കാൻ മനസ്സിലാക്കിയത്, ആ റീഡിങ് നിങ്ങൾ കേട്ടിരിക്കുന്ന സമയത്ത് തന്നെ പലരുടെയും ലൈഫിൽ സംഭവിച്ചിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ഞാൻ ഓർക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ നിമിഷത്തെ ട്രസ്റ്റ് ചെയ്യുക, ഈ നിമിഷം യൂണിവേഴ്സിലേക്ക് ട്രസ്റ്റ് ചെയ്യുക. എല്ലാ കാര്യങ്ങളും നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക. ഐ ആം സറണ്ടറിങ് ഓൾ മൈ വറീസ് ആൻഡ് ടെൻഷൻസ് ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് ദ ഡിവൈൻ എന്ന് ഈ നിമിഷം നിങ്ങൾ പറയുക. തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ ആ ഒരു കാംനെസ് ഉണ്ടാകുന്നുണ്ട്. അതിന് ശേഷം നിങ്ങൾ മറ്റ് അഫർമേഷൻ പറയാൻ ശ്രമിക്കുക. ഓക്കെ, ദെൻ യെസ്, അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെയധികം വേസ്റ്റ് ആയിട്ടുള്ളതാണ്. അവർക്ക് സാഹചര്യങ്ങൾ അവരെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, ടൈഡപ്പ് സിറ്റുവേഷനൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ചിന്തകൾ നിറയെ നിങ്ങളെക്കുറിച്ചാണ്. ഇപ്പോൾ ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ പ്ലാൻ ആണെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. രണ്ട് പേരും രണ്ടറ്റത്ത് അല്ലെങ്കിൽ രണ്ട് സെപ്പറേഷൻ ആയിട്ടുള്ള ധ്രുവങ്ങളിൽ അല്ലെങ്കിൽ ഒരു രണ്ട് ഡിസ്റ്റൻറ്റ് പ്ലേസിലാണ്. യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല, യാതൊരു കോണ്ടാക്റ്റ് ഇല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലിരിക്കുന്നെങ്കിലും അതിനിടയിൽ മറ്റൊരു വ്യക്തിയെ കാണിക്കുന്നുണ്ട്, മറ്റൊരു എനർജി സോഴ്സിനെ കാണിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഒരു ഏഞ്ചലാണ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ പവറാണ് എന്ന് നിങ്ങൾ ഈ നിമിഷം തന്നെ മനസ്സിലാക്കുക. ഈ ഒരു സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് പേർക്കും ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നിരിക്കുന്നുണ്ട്. ഈഗോ പ്രോബ്ലംസ് ഒക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവരുടെ ഈഗോയിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവാം. ഒരാൾ മറ്റൊരാളുടെ മുന്നിൽ ഒന്ന് താണു കൊടുക്കാൻ തയ്യാറാവാത്ത, അവരുടെ ഈഗോ കൊണ്ട് തയ്യാറാവാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അതൊക്കെ മറന്ന് റിലേഷൻഷിപ്പിൽ തിരിച്ചു വരണമെന്ന് അല്ലെങ്കിൽ നോർമലായിട്ട് കൊണ്ടുവരണമെന്ന് ഒക്കെ ആഗ്രഹിച്ചു പോകുന്ന സമയം കൂടിയാണിത്. ഓക്കെ, ആൻഡ് യെസ്, വിക്ടറി കാർഡാണ് വന്നിരിക്കുന്നത്. ഇതിൽ കൂടുതലൊരു ക്ലാരിഫിക്കേഷൻ നമുക്കിവിടെ തരാനില്ല. ഈ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യുന്നതിൽ ഒരു സക്സസ് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. അവർ ചിന്തിക്കുന്നുണ്ട്, അവരുടെ ചിന്തകൾ ഈ ഒരു കാർഡിലൂടെ നമുക്ക് വ്യക്തമാവുന്നുണ്ട്. അവരുടെ ജീവിതം ഇത്രയധികം മനോഹരമാക്കിയൊരു വ്യക്തി, അവരുടെ ജീവിതത്തിൽ യാതൊരു അർത്ഥവുമില്ലാതെ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർ സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെ ഒരുപാട് ട്രോമയിലൂടെയൊക്കെ കടന്നു വന്നൊരു വ്യക്തിയാണ്. അത്തരത്തിലുണ്ടായിരുന്നൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇത്രയും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നൊരു വ്യക്തിയാണ് നിങ്ങൾ എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങളെ അവർക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല. നിങ്ങളെ ഏത് വിധേനയും തിരിച്ച് അവരുടെ ലൈഫിൽ കൊണ്ടുവരണമെന്ന് ഈ മൊമെൻറ്റിൽ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഇത് വളരെയധികം നമുക്ക് കൺഫർമേഷൻ കിട്ടിയിരിക്കുന്ന ഒരു എനർജീസാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. സോ നിങ്ങൾ പ്രാർത്ഥിക്കുക, ഈ നിമിഷത്തെ ട്രസ്റ്റ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സിലേക്ക് കൊടുക്കുക, സമാധാനമായിട്ടിരിക്കുക. നിങ്ങൾ ഇപ്പോൾ അഫർമേഷൻ പറയുന്ന സമയം എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്. ഏർലി മോർണിംഗിൽ നിങ്ങൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ തന്നെ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള ഒരു 4-5 അഫർമേഷൻസ് പറയാൻ ശ്രമിക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായ ഒരു 5 ബ്ലെസ്സിങ്സിനെ നിങ്ങൾ യൂണിവേഴ്സിൽ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക. ഇതെല്ലാം നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരുമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് നല്ലൊരു അറിവായിരിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ.
ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.